ഒരു ശീലം നിർമ്മിക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്നും ചെയ്യുന്ന ഒരു ശീലത്തോട് പുതിയൊരു ശീലത്തെ ചേർത്ത് വയ്ക്കുന്നതാണ്. അതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ശീലത്തിനൊരു പ്രത്യേക സമയവും സ്ഥലവും തീരുമാനിക്കുന്നതിന് പകരം ഒരു ശീലത്തോട് മറ്റൊരു ശീലത്തെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ശീലം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ശീലം ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ധ്യാനം. ഞാൻ എൻ്റെ രാവിലെയുള്ള കാപ്പി കുടിച്ചതിന് ശേഷം 1 മിനിറ്റ് ധ്യാനിക്കും. നന്ദി പറയുക. അത്താഴത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ഒരു നല്ല സംഭവത്തിന് നന്ദി പറയും. എൻ്റെ ജോലി സ്ഥലത്തു നിന്ന് വന്നാൽ ഉടനെ തന്നെ ഞാൻ വ്യായാമം ചെയ്യാനുള്ള ഡ്രസ്സ് ഇടും. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ എന്നും ചെയ്യുന്ന പ്രവർത്തികളോട്, നമ്മൾ ദിവസേന ചെയ്യുന്ന ജോലികളോട് ചേർത്ത് വെക്കുക. കുറച്ച് ദിവസം ശീലിച്ച് പരിചിതമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശീലങ്ങൾ, ഈ ചെറിയ ചെറിയ ശീലങ്ങൾ ചേർത്ത് വെച്ച് നമുക്കൊരു നല്ല ശീലങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാകും. ദിവസവും ചെയ്യുന്ന ഒരു ശീലത്തിൻ്റെ അതേ വേഗത്തിൽ തന്നെ ഈ പുതിയ ശീലങ്ങൾ നമുക്ക് ചെയ്യാനാകും. ഇതാണ് ഡിഡറോട്ട് എഫക്റ്റിൻ്റെ ഒരു നല്ല വശം. ഇത് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ്. താങ്ക് യു.